മഹല്ല് തലങ്ങളിലുണ്ടായ അസ്വാരസ്യം ചെറുതൊന്നുമല്ല. അത് ചെറിയ കാര്യമായി എടുത്തുകൂടാ. കാരണം എല്ലാവരും മാനിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങളെ വേറെ ഒരു കണ്ണുകൊണ്ട് നോക്കുക, ആ വേഷത്തിൽ കാണുന്നവരെ ഒരു അലർജി കൊണ്ട് നോക്കുക. ആരെങ്കിലും പള്ളിയോ മദ്രസയോ പൊളിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ കേടുപാട് വരുത്താൻ വരുമ്പോഴോ കാവൽ നിൽക്കേണ്ടവർ കേടുവരുത്താൻ മുന്നോട്ട് വരിക. ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നിയൊരു ഘട്ടമായിരുന്നു. സത്യത്തിൽ കമിഴ്ന്നു കടന്നു ഈ വിനീതൻ. കാരണം റബ്ബേ, ദീനീ രംഗത്ത് ഇങ്ങനെയുള്ളൊരു വിഭാഗീയതയൊന്നും വരരുതേ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയങ്കരനായ പിതാവിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു. സമസ്തയുടെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹി കൂടിയായിരുന്നു. ഇന്ന് അദ്ദേഹമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ നമുക്കൊക്കെ അവരോടൊപ്പം റസൂലുള്ളാഹിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ. അതെൻ്റെ പിതാവിനെ ഓർക്കുകയാണ്. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, പ്രശ്നങ്ങളിലേക്കൊന്നും കുട്ടി പോകരുത്. ഇതിൽ നിന്ന് വലിയൊരു പാഠവും ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ശൈലി, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നല്ലതാണെങ്കിൽ നമ്മളിലേക്ക് ആൾക്കാർ നല്ല വരും. നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ആ മഹല്ലിൽ ഒരു 5 എതിർ പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള 4 അങ്ങോട്ട് പറഞ്ഞേക്കാനാണ് മൈക്ക് സെറ്റ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ ഞാനൊരു ആത്മവിമർശനം നടത്തുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം, മാതൃകാ പുരുഷന്മാരാവണം. ഈ പൈതൃകത്തിൽ എനിക്ക് ഒരു മെസ്സേജായി തരാനുള്ളത് അതാണ്, ഞാനടക്കം. എങ്ങനെ മാതൃകാ പുരുഷന്മാർ? നമ്മുടെ ശൈലി. നമ്മൾ തന്നെ പാതിരാവായത് വെച്ചിട്ട് പറയണോനും സുബൈ കള്ളാക്കുക, കേട്ടോനും സുബൈ കള്ളാക്കിയാൽ മാതൃക ഒക്കെ പാടെ ഒരു വൈക്കായിപ്പോയി. അങ്ങനെ വേണം, നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, എൻ്റെ നാട്ടിലെ ദീന് വിശ്വസിച്ചൊരു വ്യക്തി പള്ളിയിൽ വന്ന് ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, വല്ല സിദ്ദീഖലി, ഈ ജുമാന്റെ മുമ്പുള്ള ജുമാന്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്തുണ്ടോ? ജുമാന്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്തുണ്ടോന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഈ സംഭവം. അന്നത് നോക്കുമ്പോ ഈ കാട്ടുകള്ളന്മാര് ആയിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ 2 കൈ മേപ്പെട്ട് ഉയർത്തി കാട്ടുന്നത്. ഇത് കണ്ടിട്ട് അവനൊക്കെ ദീൻ വിശ്വസിച്ചോ പൊന്നാനി മാവിനത്തുനിന്ന് കാണാത്ത കാഴ്ചയാണത്. അവനാന്റെ മഹല്യത്തിൽ വന്നപ്പോ കാണുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വാതിലിന്റെ മറുവിലൊക്കെ പോയി നിന്നിട്ട് സുബഹിസ്കരിച്ചാൽ മതി. ഇങ്ങനെ എല്ലാവരും കാണത്തക്ക രൂപത്തിൽ അങ്ങനെ നിന്നാൽ നമ്മളെയാണ് മാതൃകയാക്കാനുള്ളത്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. നമ്മൾ തമാശയായി ചിരിച്ചു തള്ളാനുള്ളതല്ല. അപ്പോ നമ്മൾ ആൾക്കൂട്ടുണ്ട് സമ്മേളനം ഭയങ്കരമായിരുന്നു, ലക്ഷണ്ടായി എന്നല്ല. റിസൾട്ട്, വാട്ട് ഈസ് റിസൾട്ട് എന്താണ്? അതാ നോക്കേണ്ടത്. റിസൾട്ട് നോക്കണം. എന്താണ് അതിന്റെ ഫലം നോക്കണം. തക്ബീർ മുഴക്കി ഘനഗാംഭീര്യത്തിൽ പ്രസംഗിച്ച് നമ്മൾ ആർജവത്തോടുകൂടി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് 1ാം പേജിൽ അതിന്റെ ചിത്രം കൊടുത്ത്, അതിലല്ല, അതിലപ്പുറം ഇതിന്റെ റിസൾട്ട് എന്താണ്?